നറുചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തെ കോമാളിയാക്കുന്ന മനുഷ്യനെ കുറിച്ചാണ്. ദൈവസന്നിധിയിൽ നമ്മളെല്ലാം വളരെ നല്ല മനുഷ്യരാണ്. സമൂഹത്തിന് മുമ്പിലും വളരെ നല്ല മനുഷ്യരായി അഭിനയിക്കുവാനൊക്കെ നമുക്ക് കഴിയും. പക്ഷേ ദൈവം ഇതെല്ലാം വ്യക്തമായിട്ട് നമ്മുടെ പൊള്ളത്തരങ്ങൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ കണ്ണുകൾ തുറന്നാണ് ഇരിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകും. സമൂഹത്തിൻ്റെ മുമ്പിൽ മാന്യനായി നടക്കുവാനായിട്ട് എന്തോരം നമ്മൾക്ക് കാണിച്ചു കൂട്ടാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കാണിക്കും. എന്നാൽ നമ്മളിലുള്ള തിന്മകളെ നമ്മളത് മറച്ചു പിടിക്കുകയാണ് പലപ്പോഴും ചെയ്യുക. ദൈവദൃഷ്ടിയിൽ നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അവിടുന്ന് കാണുന്നുണ്ട്, അറിയുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരിക്കലും ഒരു ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് പ്രാർത്ഥന നടക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ ഈ പ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവായ യേശുവേ, എൻ്റെ ഭവന നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കുവാൻ വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടിയിരുന്ന ജനങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു: കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങനെ പ്രാർത്ഥന അങ്ങോട്ട് ദീർഘിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു മധ്യവയസ്കയായ ഒരു വിധവ ഈ പ്രകാരം പ്രാർത്ഥിക്കുകയാണ്: കർത്താവായ യേശുവേ, ഞങ്ങളെപ്പോലെയുള്ള വിധവകളായ അമ്മമാരോട് കൂടുതൽ സ്നേഹത്തോടും സൗമ്യതയോടും കൂടി പെരുമാറുവാൻ ഞങ്ങൾ വികാരിയച്ഛന് കഴിവ് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോഴും കൂടിയിരുന്ന ജനം ഈ പ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപകടം തിരിച്ചറിഞ്ഞ് വികാരിച്ചൻ ഉടനെ തന്നെ ഈ പ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവായ യേശുവേ, ഞാൻ പാവിയും ബലഹീനനുമാണെന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ. എൻ്റെ ബലഹീനതകൾ ഏറ്റെടുത്തുകൊണ്ട് സ്നേഹത്തോടെ പെരുമാറുവാനുള്ള കഴിവ് എനിക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോഴും ജനങ്ങൾ ഈ പ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. പലപ്പോഴും നമ്മളുടെയൊക്കെ പ്രവൃത്തികളും ചിന്തകളും വ്യത്യസ്തങ്ങളാണ്. ഒരിക്കൽ മഹാത്മാഗാന്ധിയുടെ സന്നിധിയിലേക്ക് ഒരു ബാലനെയും കൂട്ടിക്കൊണ്ട് ഒരമ്മ വന്നു. അമ്മ ഈ പ്രകാരം ഗാന്ധിജിയോട് പറഞ്ഞു: എൻ്റെ മകനെ അങ്ങ് ഒന്ന് ഉപദേശിക്കണം, അവൻ ഒരുപാട് മധുരം കഴിക്കുന്നു. ഗാന്ധിജി കുറച്ചു നേരം ആ മകനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആ അമ്മയോട് ഈ പ്രകാരം പറഞ്ഞു: 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വരിക. അങ്ങനെ മഹാത്മാഗാന്ധിയുടെ സന്നിധിയിൽ നിന്ന് ആ അമ്മ മകനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. 2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ആ അമ്മ മകനുമായി കടന്നു വരുമ്പോൾ മഹാത്മാഗാന്ധി പ്രകാരം ആ മകനെ വിളിച്ച് അടുത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു: മകനെ, നീ അധികം മധുരം കഴിക്കരുത്, കാരണം അത് നമ്മുടെ ശരീരത്തിന് അപകടമുണ്ടാക്കും. അപ്പം മധുരമൊക്കെ കുറച്ച് കഴിക്കുക, നല്ല കുട്ടിയായിട്ട് ജീവിക്കുക എന്ന നല്ലൊരു സാരോപദേശം നൽകിക്കൊണ്ട് ആ അമ്മയെയും മകനെയും പറഞ്ഞു വിട്ടു. അപ്പോൾ കൂടി നിന്നിരുന്ന സുഹൃത്തുക്കൾ ഈ പ്രകാരം മഹാത്മാഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്: എന്തുകൊണ്ടാണ് 2 ദിവസം കഴിഞ്ഞിട്ട് വരുവാൻ അങ്ങ് ആവശ്യപ്പെട്ടത്? ഈ കാര്യം അന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാത്മാഗാന്ധി ഇപ്രകാരമാണ് അതിന് മറുപടി പറഞ്ഞത്: ഞാനും ഒരുപാട് മധുരം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. 2 ദിവസം കൊണ്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ആ മധുരത്തെ കുറച്ചതിന് ശേഷമാണ് ഞാൻ അവനോട്, ആ കുട്ടിയോട് എനിക്ക് ഉപദേശിക്കുവാൻ, ആത്മാർത്ഥതയോടെ ഉപദേശിക്കുവാൻ എനിക്ക് സാധിച്ചുള്ളൂ. അതുകൊണ്ടാണ് 2 ദിവസത്തെ സമയം ഞാൻ ചോദിച്ചത്. പലപ്പോഴും നമ്മൾ കാണുന്ന സമൂഹത്തിൽ നമ്മളൊക്കെ കേമത്വമുള്ളവരാണ്, മിടുക്കന്മാരാണ്. നമ്മളെ വാക്കുകളിലും ചില പ്രവൃത്തികളിലുമൊക്കെ. പക്ഷേ എല്ലാവരിലുമുണ്ട് ഈ തിന്മയുടെ സ്വാധീനം, എല്ലാവരിലുമുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളും അവതരിപ്പിക്കപ്പെടുന്ന ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ ആദ്യം സ്വായത്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുശേഷമായിരിക്കട്ടെ നമ്മൾ സമൂഹത്തിൻ്റെ ഒരു ഉണർവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ സാധിക്കുക. നല്ലൊരു കുടുംബം നോക്കുന്നവനെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും. അതാദ്യം നമ്മൾ തിരിച്ചറിയുക. കുടുംബമാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാനം. ആ കുടുംബം നല്ല രീതിയിൽ നോക്കുന്നവൻ തീർച്ചയായിട്ടും സമൂഹത്തെയും നല്ല രീതിയിൽ നോക്കുവാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും
നമ്മൾ ദൈവത്തിനെ കോമാളിയാക്കാതിരിക്കുക. ദൈവമെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. തെറ്റുകൾ തുറന്നു പറയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നല്ലൊരു നാളേക്കായി നമുക്ക് ഒരുമിക്കാം.